ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാന ചിന്തകരെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം പറയേണ്ട പേരുകളാണ് വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇവരിൽ വോൾട്ടെയർ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ചിലർ വോൾട്ടെയറിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. വോൾട്ടെയറിൻ്റെ യഥാർത്ഥ പേര് ഫ്രാങ്കോയിസ് മേരി എറൗട്ട് എന്നാണ്. ലോകം മുഴുവൻ പക്ഷേ അറിയപ്പെടുന്നത് വോൾട്ടെയർ എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ക്യാൻഡിഡ്. അപ്പം വോൾട്ടെയർ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. വോൾട്ടെയറിൻ്റെ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി എറൗട്ട് എന്നാണ്. വോൾട്ടെയറിൻ്റെ പ്രധാന കൃതിയാണ് ക്യാൻഡിഡ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ ക്രിട്ടിസൈസ് ചെയ്ത ആളാണ് വോൾട്ടെയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പം എന്തൊക്കെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം. അദ്ദേഹം പറഞ്ഞ പ്രധാന ഒരു കാര്യം മനുഷ്യൻ ചിന്തിക്കണം, അതുപോലെ തന്നെ ചോദ്യം ചെയ്യണം, പ്രതികരിക്കണം, അനീതിക്കെതിരെ, ഇൻജസ്റ്റിനെതിരെ നിൽക്കണം. ഇങ്ങനെ ജനങ്ങളെ ചിന്തിപ്പിച്ച ആശയങ്ങളാണ് പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ പ്രചോദനമായത്. റൂസോ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ് റൂസോ. ഈ പുസ്തകത്തിലൂടെ ഒരു വലിയ ആശയം അദ്ദേഹം പറഞ്ഞു. ഭരണാധികാരം രാജാവിനല്ല, ജനങ്ങൾക്കാണ്. അതുപോലെ ജനറൽ വിൽ എന്ന ആശയം ശക്തമായി മുന്നോട്ട് വെച്ചു. അതായത് രാജ്യത്തിൻ്റെ അധികാരം ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കണം, ജനങ്ങളുടെ ആഗ്രഹപ്രകാരമായിരിക്കണം, ജനങ്ങൾക്കായിരിക്കണം മെയിൻ റോൾ. അന്നത്തെ രാജഭരണത്തെയും അസമത്വമുള്ള സമൂഹക്രമത്തെയും അദ്ദേഹം വിമർശിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്: ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകനാണ് റൂസോ. അതുപോലെ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലക്കെട്ടിലാണ് എന്ന വാക്കുകളും റൂസോയുടേതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് റൂസോയുടെ കൃതിയായ ദി സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അതുപോലെ റൂസോയുടെ ആത്മകഥ, ഓട്ടോബയോഗ്രഫിയാണ് കൺഫെഷൻസ്. റൂസോയുടെ ഓട്ടോബയോഗ്രഫിയാണ് ഏത്? കൺഫെഷൻസ്. റൂസോയുടെ ആത്മകഥയാണ് കുമ്പസാരങ്ങൾ അഥവാ കൺഫെഷൻസ്. മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കൻ ആശയങ്ങളെയും പിന്തുണച്ച ഒരു പ്രധാന തത്വചിന്തകനാണ്. ഭരണത്തിൻ്റെ മുഴുവൻ അധികാരവും ഒരാളുടെ കയ്യിൽ തന്നെ ഇരിക്കരുത്. അതുകൊണ്ടാണ് അദ്ദേഹം ഗവൺമെൻറ്റിനെ 3 വിഭാഗങ്ങളാക്കി വേർതിരിക്കണമെന്ന് പറഞ്ഞത്. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി വേർതിരിക്കണമെന്ന് വാദിച്ചു. മോണ്ടസ്ക്യൂവിൻ്റെ പ്രധാന രചനയാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത. ദ സ്പിരിറ്റ് ഓഫ് ലോസ്. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച ഫ്രഞ്ച് ചിന്തകനും കൂടിയാണ് മോണ്ടസ്ക്യൂ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഫ്രാൻസ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു. ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം 1789. ഫ്രഞ്ച് സമൂഹത്തിലെ 3 എസ്റ്റേറ്റിലെ പ്രതിനിധികളാണ് സ്റ്റേറ്റ് ജനറലിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗസംഖ്യ 285, രണ്ടാമത്തെ എസ്റ്റേറ്റിലെ അംഗസംഖ്യ 308, മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗസംഖ്യ 621. പ്രഭുക്കന്മാർ ഭരിക്കും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും. ഇതായിരുന്നു അന്നത്തെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വം. സമത്വം വേണം എന്ന തേർഡ് എസ്റ്റേറ്റിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞപ്പോൾ അവർ മിണ്ടാതിരുന്നില്ല. 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ പുറത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ യോഗം ചേർന്നു. അവിടെ അവർ ഒരു പ്രതിജ്ഞ ചെയ്തു: ഒരു പുതിയ ഭരണഘടന അംഗീകരിക്കുന്നതുവരെ തിരിച്ചു പോകില്ലെന്ന്. 1789 ജൂൺ 20 നടന്ന ഈ സംഭവമാണ് ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അഥവാ ദി ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന ടേണിംഗ് പോയിന്റായി മാറിയത്. 1789 ജൂലൈ 11 ലൂയി 16 തൻ്റെ ധനമന്ത്രിയായ ജാക്ക് നെക്കറെ പദവിയിൽ നിന്ന് പുറത്താക്കി. നെക്കർ ജനപക്ഷ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു. ഈ വാർത്ത പാരീസിൽ പടർന്നപ്പോൾ യാഥാസ്ഥിതിക ശക്തികളുടെ അട്ടിമറി ആരംഭിച്ചതായി ഫ്രഞ്ച് ജനത കരുതി. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി ജനങ്ങൾ കണ്ട ജയിലായിരുന്നു ബാസ്റ്റിൽ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ ആക്രമിച്ചു. 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട, ബാസ്റ്റിൽ ജയിൽ തകർത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഔദ്യോഗിക തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ഫ്രാൻസിൻ്റെ ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14 ഫ്രാൻസിൻ്റെ ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ നേരിട്ട് സമരത്തിലേക്ക് നയിച്ചു. സ്ത്രീകൾ പ്രതിഷേധത്തിനിറങ്ങി. ആയിരക്കണക്കിന് സ്ത്രീകൾ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തി. അവരുടെ കയ്യിൽ ചൂലുകളും ആയുധങ്ങളും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ പാരീസിലേക്ക് കൊണ്ടുവന്നു. ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും സാമൂഹിക പ്രവർത്തകയുമായ ഒളിമ്പിയ ദി ഗോഷ് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തി. സ്ത്രീകളുടെയും പൗരന്മാരുടെയും അവകാശങ്ങളുടെ പ്രഖ്യാപനം എന്ന ഗ്രന്ഥത്തിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ളതുപോലെ സമാന അവകാശങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം എന്നിവയിൽ സമത്വം വേണം എന്നായിരുന്നു അവരുടെ നിലപാട്. മാഡം ജീൻ റോളാൻഡ് പോലുള്ള മറ്റു ചില സ്ത്രീകളും സമത്വത്തിനായി പോരാടി. സ്ത്രീകൾക്ക് സ്വത്തവകാശവും വിവാഹമോചനാവകാശവും ലഭിച്ചത് ഈ വനിതാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്നായിരുന്നു. ഫ്രാൻസിലെ ഉന്നത കുലജനങ്ങൾ പരമ്പരാഗതമായി ധരിച്ചിരുന്ന കാൽമുട്ടുവരെ എത്തുന്ന ബ്രീച്ചസ് എന്ന വസ്ത്രം ഒരു പ്രത്യേക സാമൂഹിക പദവിയുടെ അടയാളമായിരുന്നു. ഈ ഉന്നത കുലജനങ്ങളുടെ പ്രാധാന്യത്തിനെതിരെ പ്രതിഷേധമായി തൊഴിലാളികളും കർഷകരും നീളമുള്ള പാൻറ്റുകൾ, അതായത് പാൻറ്റലൂൺ ധരിക്കാൻ തുടങ്ങി. ഇവർ സാൻസ് കുലോട്ടുകൾ എന്നറിയപ്പെട്ടു. വിപ്ലവകാരികളുടെ പ്രതീകമായി പിന്നീട് പാൻറ്റലൂൺ മാറി. കൂടുതൽ ആളുകൾ ഇത് ധരിക്കാൻ തുടങ്ങിയതോടെ വിപ്ലവം ജനകീയമായി മാറിയതായി കാണപ്പെട്ടു. ഇതോടൊപ്പം ചുവന്ന ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിൻ്റെ പ്രധാന പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിതരായതിൻ്റെ അടയാളമായാണ് തൊഴിലാളികൾ ഈ ചുവന്ന തൊപ്പി ധരിച്ചത്. ഇങ്ങനെ വസ്ത്രധാരണം പോലും ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമായി മാറി.